കുളത്തുപുഴയിൽ നിന്നും രോഹിത് കടപ്പാട്ടൂരേക്ക് മടങ്ങിയെത്തി. പക്ഷെ തൊട്ടടുത്ത നിമിഷം ആ വീട് സംഘർഷഭരിതമായി മാറി. ഒടുവിൽ രോഹിത് മുറിയിൽ കയറി വാതിലടച്ചു കഴിഞ്ഞു. ഈ സമയത്ത് ബബിതയും കൃഷ്ണജയും പിൻപിലേക്ക് എത്തിയപ്പോൾ വൈജയന്തി മുഖം തിരിച്ചു പിൻപിലേക്ക് നോക്കി. അവരുടെ കണ്ണിൽ ചോദ്യചിഹ്നങ്ങൾ തിളങ്ങുന്നുണ്ടെന്ന് വൈജയന്തിക്ക് തോന്നി. രണ്ടുപേരും തന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. അമ്മ ആബ്സെന്റ് മൈൻഡായി പോയതുപോലെ തോന്നി ബബിതയ്ക്ക്. പകച്ചും പതറിയും ഇളകുന്ന കണ്ണുകൾ. പെട്ടെന്ന് വൈജയന്തി പറയുകയാണ്, ഒരുത്തന്റെ ധിക്കാരം കണ്ടില്ലേ? വായിൽ വരുന്നതൊക്കെ വിളിച്ചങ്ങ് പറയല്ലേ? സ്വന്തം അമ്മയാണെന്ന വിചാരം പോലും അവനില്ല. ഉടനെ ബബിത ചോദിക്കുകയാണ്, അല്ല അമ്മയല്ലേ എല്ലാം തുടങ്ങി വെച്ചത്? ഞാൻ എന്ത് ചെയ്തു എന്നാ? ഇന്നലെ എവിടെയായിരുന്നു എന്ന് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ശരി, സമ്മതിച്ചു. അമ്മയ്ക്ക് അച്ഛനോട് ചോദിക്കാമായിരുന്നല്ലോ. അച്ഛനല്ലേ കുടുംബനാഥൻ. അതോ അച്ഛനേക്കാൾ വലിയ സ്ഥാനം ഈ വീട്ടിൽ അമ്മയ്ക്കാണോ? അത് കേട്ടുകൊണ്ട് വൈജയന്തി ബബിതയോട് കയർത്തുകൊണ്ട് ചോദിക്കുകയാണ്, നേരം വെളുത്തപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് രാത്രി തിരിച്ചു വരാത്തൊരു മകനോട് ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുവാൻ ഒരമ്മയ്ക്ക് അവകാശമില്ലേടി? അമ്മേ, അച്ഛനല്ലേ രോഹിതേട്ടനെ കൂട്ടിക്കൊണ്ടുപോയത്. ഇന്നലെ അച്ഛൻ തിരിച്ചു വന്നപ്പോൾ എന്തുകൊണ്ടാണ് അമ്മ ചോദിക്കാഞ്ഞത് രോഹിതേട്ടൻ എവിടെയെന്ന്? എനിക്കിപ്പം മനസ്സില്ലായിരുന്നടി. നിനക്കെന്താ? ബബിതയുടെ നേർക്ക് എരിയുന്നൊരു നോട്ടം നോക്കിയതിനു ശേഷം വൈജയന്തി വെട്ടിത്തിരിഞ്ഞ് തന്റെ മുറിയിലേക്ക് കയറിപ്പോയി വാതിലടച്ചു. തുടർന്ന് അല്പനേരം അവർ കട്ടിലിരുന്നു. ദേഷ്യമടങ്ങിയപ്പോൾ വൈജയന്തി എഴുന്നേറ്റു. രോഹിത്തിന്റെ നാവിൽ നിന്ന് വീണ വാക്കുകൾ ഓർമ്മയിൽ നിന്ന് വീണ്ടും അവൾ കേട്ടു. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്? അമ്മ സത്യസന്ധയാണോ? യാതൊരു കളങ്കവും തീണ്ടിയിട്ടില്ലാത്തവളാണോ അമ്മ? രോഹിത്തിന്റെ ആ വാക്കുകൾ തിരമാല പോലെ ചെകിട്ടിലേക്ക് അടിച്ചു കയറുകയാണ്. വൈജയന്തി കിടിലം കൊണ്ടു. രോഹിത് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ അങ്ങനെയൊക്കെ സംസാരിച്ചത്? ബാലേട്ടന് തന്റെ മേൽ സംശയമുണ്ടായിരുന്നോ? പെട്ടെന്ന് ആഗ്ര കന്റോൺമെന്റും ഗംഗേട്ടന്റെയും മാലതിയുടെയും മക്കളുടെയും കൂടെയുള്ള ജീവിതവും സ്റ്റാൻലി ജോസഫിന്റെ ക്വാർട്ടേഴ്സും സഞ്ജയ് പ്ലേസിൽ തങ്ങൾ ഒരുമിച്ച് താമസിച്ച വാടക വീടുമെല്ലാം ജയന്തിയുടെ ഓർമ്മയിൽ ഒന്ന് കറങ്ങിത്തിരിഞ്ഞു വന്നു. ഗതകാല സ്മൃതികളുടെ ഊറ്റവും കരുത്തും സീമാതീതമായിരുന്നു. സർവ്വതും കടപുഴകി എറിയുവാൻ അലറിയെത്തുന്ന ചുഴലിക്കാറ്റ് പോലെ ആ സ്മരണകൾ അവളുടെ അന്തരംഗത്തെ ഇളക്കി മറിച്ചു. ദീർഘകാലമായി മനസ്സിന്റെ അടിത്തട്ടിൽ കുഴിച്ചു മൂടിയിരുന്നത് അത്രയും ഇരമ്പിക്കൊണ്ട് പുറത്തേക്ക് വരുന്നു. തുണ്ടുതുണ്ടായി തനിക്ക് ചുറ്റും അത് ചിതറിപ്പറക്കുന്നു. ആഗ്രയിലെ പഠനം, ഹരിതപർവ്വതിലെ സെന്റ് ജോൺസ് കോളേജ്, ഗംഗേട്ടന്റെ ക്വാർട്ടേഴ്സിൽ അടിക്കടി വരാറുണ്ടായിരുന്ന പുനലൂരുകാരനായ ജൂനിയർ ഓഫീസർ, കരുത്തനും പരുക്കനുമായ യുവാവ്. അയാൾ അവധിക്ക് നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്ന് മാലതി ചേച്ചിക്ക് കൈമാറാറുണ്ടായിരുന്ന ടിന്നുകൾ, അവയിലൊക്കെയും കേടുവരാത്ത പലഹാരങ്ങളോ അച്ചാറുകളോ നിറഞ്ഞിരുന്നു. പുനലൂരിലെ തറവാട്ടിലിരുന്ന് ഒരമ്മ തന്നെത്താൻ ഉണ്ടാക്കി ടിന്നുകളിൽ പാക്ക് ചെയ്ത് തന്റെ മകന്റെ കയ്യിൽ കൊടുത്തയക്കുന്ന വിശിഷ്ട ഭോജ്യങ്ങളായിരുന്നു അവ. അതെല്ലാം മകൻ സുപ്പീരിയർ ഓഫീസറുടെ വീട്ടിൽ കൊണ്ടുവന്ന് സമ്മാനിക്കുകയായിരുന്നു. അതിന്റെ കാരണം ഗംഗേട്ടനും മാലതി ചേച്ചിയും കുറച്ച് രുചിയുള്ള പലഹാരങ്ങളും അച്ചാറുകളും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. അവിടെ സുന്ദരിയായ ഒരു യുവതി താമസിക്കുന്നുണ്ട്, സുപ്പീരിയർ ഓഫീസറുടെ അനുജത്തി. അവളെ കാണണം, സംസാരിക്കണം. പലഹാരങ്ങളും അച്ചാറുകളും നന്നായിരുന്നോ എന്ന് മാലതി ചേച്ചിയോടാണ് ചോദിക്കുന്നതെങ്കിലും തൻ്റെ മുഖത്തു നിന്നാണ് ഉത്തരം പ്രതീക്ഷിക്കുന്നത്. അയാളുടെ ഓരോ വരവിലും ആ കള്ളത്തരങ്ങളുണ്ടായിരുന്നു. ഗംഗേട്ടന് ആ ജൂനിയർ ഓഫീസറോട് വലിയ വാത്സല്യമായിരുന്നു. ബുദ്ധിമാനാണ്, സമർത്ഥനും. അവൻ ഉയരങ്ങൾ താണ്ടി കടന്നു പോകും. കുറഞ്ഞപക്ഷം ഒരു ബ്രിഗേഡിയറോ കമാൻഡറോ എങ്കിലും ആയേക്കാം. അതിനുള്ള കാലിബർ അവനുണ്ട്. ഈ വാക്കുകൾ ഗംഗേട്ടൻ മാലതി ചേച്ചിയോട് പലവട്ടം പറയുന്നത് കേട്ടിട്ടുണ്ട്. അവിടുന്ന് തുടങ്ങിയതാണ് ആരാധന. ഗംഗേട്ടന്റെയും മാലതി ചേച്ചിയുടെയും സാന്നിധ്യത്തിൽ കൂടുതലൊന്നും സംസാരിക്കുവാൻ അവസരം ലഭിച്ചിരുന്നില്ല. എങ്കിലും നോട്ടത്തിൽ, ചിരിയിൽ എല്ലാം ഉണ്ടായിരുന്നു. സ്വതവേ പരുഷപ്രകൃതമാണ്. യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത വലിയ ഉരുണ്ട കണ്ണുകൾ, കർശനമായ വാക്കുകൾ. അത് പറയാൻ വേണ്ടി മാത്രമുള്ളത് എന്ന് തോന്നിക്കുമായിരുന്നു. ഗൗരവം പൂണ്ട ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി എത്തുമ്പോഴേക്കും കണ്ണുകളുടെ ഭാവം താനെ മാറുന്നു. അവിടെ സ്നേഹം തിളങ്ങുകയും അഭിലാഷങ്ങൾ നീന്തുകയും ചെയ്യുന്നു. അതൊരു അത്ഭുത പ്രതിഭാസമാണെന്ന് തോന്നിയിട്ടുണ്ട്. തന്നെ കാണുമ്പോൾ മാത്രം എങ്ങനെയാണ് കർക്കശക്കാരനായ ധീരനായ സൈനികൻ സൗമ്യനായ കാമരൂപനായി മാറുന്നത്? ഗംഗേട്ടൻ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മാറ്റം കിട്ടി ഡൽഹിക്ക് പോയതിനു ശേഷമായിരുന്നു സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ ആരംഭിച്ചതും സ്നേഹം അതിൻ്റെ ഊടും പാവും നെയ്തു തുടങ്ങിയതും. ആഗ്രയിൽ എയർഫോഴ്സ് ക്യാമ്പിനടുത്ത് സെന്റ് ക്ലെയർ സ്കൂളിൽ തനിക്ക് ജോലി കിട്ടിയത് സ്റ്റാൻലിയുടെ ശുപാർശ മൂലമായിരുന്നുവെന്ന് വൈജയന്തി ഓർത്തു. മിക്കപ്പോഴും കാണും, സംസാരിക്കും. ലോക്കൽ കോൾ വിളിക്കാം, കത്തുകൾ കൈമാറാം. ആ സ്നേഹബന്ധം ഒരു വടവൃക്ഷം പോലെ തഴച്ചു വളരുവാൻ 1 വർഷം മാത്രമേ എടുത്തുള്ളൂ. അതെന്തൊരു സ്നേഹമായിരുന്നു! ഊണിലും ഉറക്കത്തിലുമെല്ലാം ഒരാളെപ്പറ്റി മാത്രമാണ് ചിന്ത. ഇപ്പോൾ എന്തു ചെയ്യുകയാണ്? ഭക്ഷണം നേരാവണ്ണം കഴിക്കുന്നുണ്ടോ? ഉറക്കം ശരിക്ക് കിട്ടുന്നുണ്ടോ? ജയോസിമാരുടെ മെസ്സിൽ പോയിരുന്ന് എന്നത്തെക്കാളും മദ്യപിക്കുന്നുണ്ടോ? അതെല്ലാം പിറ്റേന്ന് ചോദിക്കും. സ്റ്റാൻലി കൃത്യമായി ഉത്തരം തരികയും ചെയ്യും. ഇന്നലെ എത്ര പെഗ് കഴിച്ചു, എത്ര സിഗരറ്റ് വലിച്ചു, എത്ര കലോറി ഫുഡ് അകത്താക്കി? പിന്നെ സ്റ്റാൻലിക്കുള്ള നിർദ്ദേശങ്ങളാണ്. അത്രയും അളവ് മദ്യപിക്കാൻ പാടില്ല കേട്ടോ, സിഗരറ്റിന്റെ എണ്ണം മാക്സിമം കുറയ്ക്കണം. അങ്ങനെ ഓരോരോ നിബന്ധനകൾ വെക്കും. സ്റ്റാൻലി ചിലതൊക്കെ സ്വീകരിക്കും. സ്റ്റാൻലി ഒരു കാര്യം സമ്മതിച്ചാൽ അത് കൃത്യമായി പാലിക്കുകയും ചെയ്യും.
പാലിക്കാൻ പറ്റാത്തതാണെങ്കിൽ തല പോയാലും ശരി സമ്മതിച്ചു തരികയുമില്ല. സ്റ്റാൻലിയുടെ ചില ദുശീലങ്ങളെ ചൊല്ലി ഇണങ്ങിയും പിണങ്ങിയും പ്രതിഷേധിച്ചും പല അടവുകളും പയറ്റി നോക്കിയിട്ടുണ്ട്. കലഹിച്ചിട്ടുണ്ട്. ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ തനിക്ക് സാധിച്ചിരുന്നു. ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പിന്മാറിയ സംഭവം ഓർമ്മയിലില്ല. ഒരിക്കൽ നേരിട്ട് ചോദിച്ചു, നമ്മുടെ ഈ ബന്ധം എവിടെ ചെന്നെത്തും? എല്ലായിടത്തും ചെന്നെത്തും. ഗൂഢമായ ചിരിയോടുകൂടിയായിരുന്നു ആ മറുപടി. എല്ലായിടത്തും എന്ന് വെച്ചാൽ എത്തേണ്ടിടത്തെല്ലാം. താജ്മഹലിന്റെ പിൻഭാഗത്ത് യമുനാ നദിക്ക് അഭിമുഖമായുള്ള മാർബിൾ തളത്തിൽ ഭീമാകാരമായ മാർബിൾ ഗോപുരത്തിൽ ചാരി തൊട്ടുരുമിയിരിക്കുകയാണ്. ഒഴിവു ദിവസങ്ങളിൽ സ്റ്റാൻലിയോടൊപ്പം ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നിടത്തോളം സന്തോഷം വേറെ ഒന്നുമില്ലായിരുന്നു. ഒന്നുകിൽ ആഗ്ര ഫോർട്ടിൽ, അല്ലെങ്കിൽ താജ്മഹലിൽ. ഈ എത്തേണ്ടിടത്തെല്ലാം എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്കത് മനസ്സിലായില്ല. സ്റ്റാൻലിയുടെ കണ്ണുകളിലേക്കാണ് നോക്കുന്നത്. അവിടെ ഇപ്പോൾ കുസൃതിയാണ് വിളയാടുന്നത്. എവിടെയാണ് ആദ്യം എൻ്റെ സ്നേഹം എത്തേണ്ടത്? നിന്റെ മനസ്സിൽ. അതെത്തിക്കഴിഞ്ഞില്ലേ? പിന്നെ ശരീരത്തിൽ. ആ, ശരീരത്തിലും എത്തിയല്ലോ. ഞാൻ ഈ പേര് മനസ്സിൽ ഓർത്താൽ മതി, അപ്പോഴേക്കും ശരീരം അറിയും. ഈ ശബ്ദം കേട്ടാൽ മതി, അതെൻ്റെ ചെവിയിലൂടെ കടന്ന് രക്തത്തിൽ കലർന്ന് എൻ്റെ ശരീരം മുഴുവനും വ്യാപിക്കും. ഓരോ രക്താണുവും പരസ്പരം പറയും, സ്റ്റാൻലി വന്നിട്ടുണ്ട്. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നൃത്തം ചെയ്യാം, പാട്ടുപാടാം, നമുക്കിത് ഉത്സവ ദിവസമാണ്. സത്യമായും അങ്ങനെ തന്നെയായിരുന്നു. സ്റ്റാൻലിയുടെ ശബ്ദം കാതിൽ വീഴുമ്പോഴേക്കും ഒരു ഉണർവ് ശരീരമെമ്പാടും വ്യാപിക്കും. ചോരയോട്ടത്തിന് വേഗമേറും. നിശ്ചലമായിരുന്ന ഒരു ബാറ്ററി ചാർജ് ചെയ്യും പോലെ വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഇടതടവില്ലാതെ മേനിയിലൂടെ പാഞ്ഞുകൊണ്ടിരിക്കും. ഫോണിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഫോൺ വെക്കല്ലേ എന്നാണ് പ്രാർത്ഥന. അടുത്തുണ്ടെങ്കിൽ അകന്നു പോകരുതേ എന്നും. സ്റ്റാൻലിയുടെ ശബ്ദം കേട്ടാൽ സ്റ്റാൻലി അടുത്തുണ്ടെങ്കിൽ പിന്നെ സമയത്തിന് കുതിരയുടെ വേഗതയാണ്. അത് പാഞ്ഞുപോയി അങ്ങേ അറ്റത്ത് ചെന്നിട്ട് മുന്നറിയിപ്പ് തരും, സമയം കഴിഞ്ഞു. ഇവിടെയാണെങ്കിൽ സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആളെ കണ്ട് കൊതി തീർന്നിട്ടില്ല. അതിനിടയ്ക്കൊരു ഒഴിവു ദിനം. പകൽ പാഞ്ഞുപോയി കഴിഞ്ഞു. ഇരുളു പരക്കുവാൻ തുടങ്ങി. അപ്പോൾ സ്റ്റാൻലി ഉണ്ടക്കണ്ണുകളിൽ ഒരു കള്ള നോട്ടത്തോടുകൂടി പറയുകയാണ്, എൻ്റെ രക്താണുക്കൾ സദാ പരതിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇവളെ തൊടണമെന്ന് പറഞ്ഞ്. ആദ്യം അവളുടെ നെറുകയിൽ, പിന്നെ നെറ്റിയിൽ, പുരുകങ്ങളിൽ, കൺപോളകളിൽ. ഞങ്ങൾക്ക് അവളെ കടിക്കണം. ചെവിത്തട്ടിൽ, മൂക്കിൻ തുമ്പിൽ, ചുണ്ടുകളിൽ, കവിളിൽ, കഴുത്തിൽ. മതി മതി, തൃപ്തിയായി, നിർത്തിയേക്ക്. താൻ പരിഭവിക്കുവാൻ തുടങ്ങി. ഇല്ല, എനിക്ക് തൃപ്തിയായില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, ഇതെവിടെ ചെന്നെത്തും എന്ന് ഞാൻ ചോദിച്ചത് വേറൊന്നും അറിയാനല്ല. എന്നെ കല്യാണം കഴിക്കുവോ ഇല്ലയോ? അതുമാത്രം ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, എനിക്ക് വിശ്വാസമാ. ഛേ, ഇത്രയും ചീപ്പായിട്ടുള്ളൊരു ചോദ്യം ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. നിനക്ക് എങ്ങനെ തോന്നി എൻ്റെ മുഖത്ത് നോക്കി ഇത് ചോദിക്കാൻ? താനെന്തോ മഹാപരാധം ചെയ്തു എന്ന മട്ടിലാണ് ആ പറച്ചിൽ. ചോദിച്ചത് ഇനി തെറ്റായിപ്പോയോ? ഇങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നോ? തന്നെക്കുറിച്ചുള്ള മതിപ്പ് മുഴുവനും നഷ്ടപ്പെട്ടോ? ഇത് കാരണം തന്നോടുള്ള സ്നേഹത്തിന് എന്തെങ്കിലും കുറവിനി സംഭവിക്കുമോ? വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽപ്പെട്ട് മനസ്സുഴറി സ്റ്റാൻലിയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. അപ്പോഴേക്കും അടുത്ത പീരങ്കി വെടിയെത്തി. എൻ്റെ വീട്ടിലാരും ഈ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് ഉറപ്പാണ്. പിന്നെ കൊല്ലപ്പള്ളിക്കാർ, അവർ നിന്നെ പുറത്താക്കി പടിയടച്ച് പിണ്ടം വെക്കുക കൂടി ചെയ്യും, ഇല്ലേ? ഉവ്വെന്ന് തലയാട്ടുമ്പോഴേക്കും കണ്ണിൽ നിറഞ്ഞ നീർത്തുള്ളി തുളുമ്പിക്കഴിഞ്ഞു. നെഞ്ചിലൊരു കരച്ചിൽ വിങ്ങി പിടയുന്നുണ്ട്. ഉടനെ സ്റ്റാൻലിയുടെ മറുപടി വീണ്ടും വരികയാണ്. ഞാനൊരു തീരുമാനമെടുത്തു. സ്റ്റാൻലി ഇനി എന്താണ് പറയുന്നതെന്ന് കാതോർത്ത് ഉൾക്കിടിലത്തോടുകൂടി ഇരിക്കുകയാണ്. അതെ, നേരെ വത്തിക്കാനിൽ പോയി സാക്ഷാൽ പോപ്പിനെ കണ്ട് കാര്യം പറയുക. പിതാവേ, ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചുപോയി. അന്യമതക്കാരിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം. ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പോൾ അദ്ദേഹം പറയും, മകനെ, നീ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവാ. അവൾ നിനക്ക് ഇണങ്ങുന്നതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. സ്റ്റാൻലി എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടുവരുന്നത്? നേരം പോക്കാണോ? അതോ കാര്യമായിട്ടാണോ? ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. നമ്മൾ ഒരുമിച്ച് റോമിൽ പോയി. അദ്ദേഹം നിന്നെ കണ്ടു. എനിക്ക് ഇണങ്ങുന്നവളാണെന്ന് ബോധ്യപ്പെട്ടു. നമ്മുടെ വിവാഹം ആശീർവദിച്ചു. അതിനേക്കാൾ വലിയൊരാളില്ല ആ കർമ്മം നിർവഹിക്കാൻ. പോരെ? അതിനപ്പുറത്ത് എന്തെങ്കിലും ചടങ്ങുകളുടെ ആവശ്യമുണ്ടോ? പള്ളികൾ, പുരോഹിതന്മാർ, ബന്ധുജനങ്ങൾ, താലിച്ചരട്, അല്ലെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ? വേണ്ട, ഇനി ഒന്നും വേണ്ട. മനസ്സ് നിറഞ്ഞു. ഹൃദയം കൊണ്ടാണെങ്കിലും തന്നെ സ്വീകരിച്ച് അംഗീകരിച്ചു കഴിഞ്ഞല്ലോ. ഇനി ചടങ്ങുകൾക്ക് എന്തർത്ഥം? ആ ചുമലിലേക്ക് തല ചായച്ച ആനന്ദാശ്രുക്കളോടെ എത്ര നേരം ഇരുന്നു എന്നറിയില്ല. ഒരു തവണ താൻ തെല്ല് കുസൃതിയോടെ ചോദിക്കുകയാണ്, എന്നായിരുന്നു ആ കല്യാണം നടന്നത്? എത്രയോ നാളുകൾക്ക് മുമ്പേ, ആഴ്ചകൾക്കും മാസങ്ങൾക്ക് മുമ്പേ. ഇനി ഒന്നേ ബാക്കിയുള്ളൂ, നമ്മുടെ ആദ്യ രാത്രി. ഉടനെ നാണം പൂണ്ട് മുഖത്തേക്ക് നോക്കാത്ത തൻ്റെ ചോദ്യം, അതും മനസ്സിൽ തന്നെ അങ്ങ് നടത്തിയാൽ പോരായിരുന്നോ? പെട്ടെന്ന് മറുപടി എത്തി. മനസ്സിലങ്ങനെ എത്രയോ ആദിരാത്രികൾ കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലെ ആദിരാത്രിയോളം പകിട്ടുള്ളതാണോ സാക്ഷാലുള്ള ആദിരാത്രി എന്ന് പരീക്ഷിച്ചറിയണ്ടേ? ആദ്യം താൻ കരുതിയത് കളിയായി പറഞ്ഞതാണെന്നാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല.
സ്കൂളിന് 4 ദിവസം അവധിയുണ്ടായിരുന്ന ഒരാഴ്ച ഹോസ്റ്റലിൽ വന്ന സ്റ്റാൻലി തന്നെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു ഹോട്ടലിലേക്കായിരുന്നു. ചോദ്യഭാവത്തിൽ സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കിയതേയുള്ളൂ. ഉടൻ തന്നെ മറുപടി വന്നു. ഇനിയുള്ള 4 ദിവസം നമ്മൾ ഇവിടെയാണ് താമസം. ഹോസ്റ്റലിൽ ഡൽഹിയിലുള്ള ഏട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ മതി. ഞാനും 4 ദിവസത്തെ കാഷ്വൽ ലീവ് എടുത്തു. സുപ്പീരിയർ ഓഫീസറോട് കള്ളം പറയേണ്ടി വന്നു. താൻ സ്റ്റാൻലിയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ഉടനെ സ്റ്റാൻലി, വേണ്ട, വേണ്ടെങ്കിൽ എല്ലാം ക്യാൻസൽ ചെയ്യാം. അങ്ങനെ വേണോ? താനവിടെ അർദ്ധഗർഭമായ മൗനത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി വീണ്ടും, ഇന്നെങ്കിലും ഇത് തുടങ്ങി വെച്ചാലല്ലേ പറ്റൂ. അതിൻ്റെ ഉദ്ഘാടനം അതിന്നായിക്കോട്ടെ. കുറച്ച് വൈകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല, നഷ്ടമേ ഉള്ളൂ. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. എതിർക്കുവാൻ താൻ അശക്തയായിരുന്നു. വീണ്ടും വിചാരത്തിന് അർത്ഥമില്ല. ആരെയെങ്കിലും ബോധ്യപ്പെടുത്താനോ കൂടുതലായി ഒന്നും പ്രതീക്ഷിക്കാനോ ഇല്ല. സ്റ്റാൻലിയിൽ എല്ലാ വിശ്വാസവും അർപ്പിച്ചു കഴിഞ്ഞതുമാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചുവെങ്കിലും രാത്രിയായപ്പോൾ ഒരു വേവലാതി അലട്ടുവാൻ തുടങ്ങി. പിടിവള്ളിയില്ലാത്തതുപോലെ ഒരു തോന്നൽ, കാലുറയ്ക്കാതെ ശൂന്യതയിൽ തങ്ങി നിൽക്കുന്നത് പോലെ. സ്റ്റാൻലിയുടെ കൈത്താങ്ങുണ്ട്. ആ പിടി വിട്ടുപോയാൽ അഗാധതയിലേക്കാണ് വീഴ്ച. രാത്രി ഭക്ഷണം കഴിഞ്ഞ് ബാൽക്കണിയിൽ വന്ന് നിൽക്കുകയാണ്. യമുന വറ്റി വരണ്ട് കിടക്കുന്നു. അഴുക്കുചാൽ പോലെ ഒരു കറുത്ത നാട നിലാവത്ത് കാണാം. കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ട് സ്റ്റാൻലി താജ്മഹലും ആഗ്ര ഫോർട്ടും കാട്ടിത്തന്നു. യമുന നദിക്ക് അവിടെ അർദ്ധചന്ദ്രാകൃതിയിൽ ഒരു വളവുണ്ട്. അവസാന കാലത്ത് ആഗ്ര കോട്ടയിൽ തടവുകാരനായിരുന്നു ഷാജഹാൻ. ഔറംഗസീബിനോട് ഒരേ ഒരു അപേക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഷാജഹാൻ ചക്രവർത്തിക്ക്. തടവറയിലിരുന്നു കൊണ്ട് താജ്മഹൽ കാണണം. ഔറംഗസേബ് ആ അപേക്ഷ സദയം അനുവദിച്ചു. എല്ലായ്പ്പോഴും താജ്മഹൽ കാണത്തക്കവണ്ണം ഷാജഹാന്റെ തടവറ ക്രമീകരിച്ചു കൊടുത്തു. തന്റെ പ്രണയിനിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച ആ പ്രേമ കുടീരത്തിലേക്ക് കണ്ണും നട്ട് കിടന്ന് ഷാജഹാൻ ചക്രവർത്തി തന്റെ അന്ത്യനാളുകൾ എണ്ണി. സ്റ്റാൻലി തന്റെ അരികിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഷാജഹാൻ ചക്രവർത്തി മരണം വരെ തടവിൽ കിടന്ന സ്ഥലം ആഗ്ര ഫോർട്ടിൽ പോയപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ നിന്നാൽ താജ്മഹലിന്റെ ഭാഗികമായ ദർശനം മാത്രമേ ലഭിക്കുകയുണ്ടായിരുന്നുള്ളൂ. പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും വേദനയുടെയും വിഷാദാനുഭൂതികളിൽ മുങ്ങി നിൽക്കവേ സ്റ്റാൻലി പിറകിൽ നിന്ന് തന്നെ ആശ്ലേഷിച്ചു. ചെവിക്കരികെ ചൂടുള്ളൊരു ഉച്ഛ്വാസം, കവിളത്ത് കനത്ത മേൽമീശയുടെ സ്പർശനം, മിഴികളെ പൊതിയുന്ന ചുണ്ടുകൾ, ദേഹമാകെ ഒരു വിറയൽ പടരുന്നു. ഒരു മതാലസ്യത്തിൽ മേനി തളരുകയാണ്. ചോരയിൽ ഒരു ഉന്മാദ ലഹരി കലരുകയും ചെയ്യുന്നു. സ്റ്റാൻലിയുടെ ചുംബനത്തിന് സിഗരറ്റിന്റെ മണമുണ്ടായിരുന്നു. ഇപ്പോൾ അതേപ്പറ്റി ഓർമ്മിച്ചപ്പോൾ പോലും വൈജയന്തിക്ക് ആ മണം കിട്ടി. മൂക്കുവിടർത്തി അവളത് ആസ്വദിച്ചു. അന്നും ഇന്നും വൈജയന്തിക്ക് പുകവലിക്കാരെ ഇഷ്ടമല്ല. എന്നാൽ സ്റ്റാൻലി സിഗരറ്റ് വലിക്കുമ്പോൾ അതിനൊരു സുഗന്ധമുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് അവൾക്കറിയില്ലായിരുന്നു. സിഗരറ്റിന്റെ മേന്മയാണെന്ന് അവൾ കരുതി. എന്നും സ്റ്റാൻലിയെ പറ്റി ഓർക്കുമ്പോൾ ആ സിഗരറ്റ് മണം ആദ്യമേ ഊറിയെത്തും. ആദ്യമായിട്ടാണ് ഒരു പുരുഷന്റെ ഊഷ്മള സ്പർശം. ആദ്യമായിട്ടാണ് അത്തരം ചുടുചുംബനങ്ങൾ. അതെ, ആദ്യമായിട്ടാണ് ആ കരലാളനങ്ങൾ. പൊട്ടിത്തെറിച്ചും പൂത്തുവിടർന്നും വിറയാർന്നും കൂമ്പിയും ഒരാണിന്റെ കരവലയത്തിനുള്ളിൽ കോരിയെടുത്തുകൊണ്ടാണ് സ്റ്റാൻലി മുറിയിലേക്ക് വന്നത്. പൂമ്പാറ്റ ചിറകുകൾ പോലെ പിടഞ്ഞു പിടഞ്ഞ് അടർന്നു വീഴുകയാണ്. ആദ്യ സമാഗമത്തിന്റെ അനർഘ നിമിഷങ്ങൾ. ജയന്തി, യമുനയുടെ മറുകരയിൽ നിന്നെന്ന പോലെ വിദൂരമായിരുന്നുവെങ്കിലും സ്നേഹമസൃണമായ വിളിയൊച്ച. ഞെട്ടി ഉണർന്ന് ചുറ്റിലും മിഴിച്ചു നോക്കി. എവിടെയാണ് താൻ? ഏതോ ഒരു പുരുഷന്റെ കരവലയത്തിനുള്ളിൽ. ആ ചുമലിൽ മുഖമർപ്പിച്ച് ഞെട്ടിപ്പിടഞ്ഞു മാറിയത് ഓർക്കുന്നു. പിന്നെയാണ് സ്ഥലകാലബോധം വീണ്ടു കിട്ടിയത്. തൻ്റെ പുരുഷനാണ്. അവൻ്റെ നെഞ്ചിൽ കിടന്നാണ് താൻ ഉറങ്ങിയത്. അവനാണ് അണച്ചു പിടിച്ചിരിക്കുന്നത്. സ്നേഹലോലമായി തൻ്റെ പേരുച്ചരിച്ചതും അവൻ തന്നെ. അവൻ്റെ കയ്യിലെ പൂമാലയാണ് ഇനി ഈ ജന്മം. അവന് വേണമെങ്കിൽ പിച്ച് ചീന്താം. പൂജാവിഗ്രഹത്തിലെന്ന പോലെ മാറിലണിഞ്ഞ് ആരാധ്യനാവാം. പുറം കൈകൊണ്ട് തോണ്ടി എറിഞ്ഞു കളയാം. തൻ്റെ സത്വവും ആത്മാവും അഭിലാഷങ്ങളുമെല്ലാം അവൻ്റെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഈ നിമിഷം മരിച്ചുപോയാലും സങ്കടമില്ല. അകന്നുമാറിയ തൻ്റെ മുഖത്തേക്ക് ആശ്ചര്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു സ്റ്റാൻലി. മെല്ലെ പിൻകഴുത്തിൽ കൈയെടുത്തു വെച്ച് അടുപ്പിച്ചപ്പോൾ ഒരു തേങ്ങിക്കരച്ചിലൂടെ ആ നെഞ്ചിലേക്ക് പറ്റിക്കൂടി. ദേശാന്തരഗമനത്തിൽ കൂട്ടം വിട്ട് ഒറ്റപ്പെട്ട് നനഞ്ഞു കുതിർന്നു പോയ ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ. 4 ദിനരാത്രങ്ങൾ. അത് കഴിഞ്ഞുള്ള വേർപാടായിരുന്നു ദുസ്സഹം. അവൻ്റെ സ്വരം കേൾക്കാതെ, അവൻ്റെ സ്പർശനമറിയാതെ, അവൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമേൽക്കാതെ ഇനി ഉറങ്ങുവാൻ വയ്യ. വീണ്ടും അവധി ദിവസങ്ങൾ വന്നു. കഴിഞ്ഞുപോയതെല്ലാത്തിനും വേണ്ടിയും വീണ്ടും കുതികൊള്ളുന്ന മനസ്സ്. അവൻ്റെ കൈപിടിച്ച് പുറം ലോകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ താനൊരു പെൺമയിലാണ്. മാനത്ത് മഴക്കാറ് കണ്ട് മനം തുള്ളുന്ന മയിൽപ്പട. ഇടയ്ക്ക് അവൻ ചോദിക്കും, എന്തു വേണം നിനക്ക്? തനിക്കൊന്നും വേണ്ട. അവൻ്റെ ഇഷ്ടങ്ങളാണ് തൻ്റെയും ഇഷ്ടം. അവൻ്റെ നിശ്വാസമാണ് തൻ്റെ പ്രാണവായു. അവൻ്റെ കൈക്കുടന്നയിലർപ്പിച്ച പൂജാപുഷ്പമാണ് തൻ്റെ ജീവനും ആത്മാവുമെല്ലാം. വളരെ വിലപിടിപ്പുള്ളൊരു കളിപ്പാട്ടം കിട്ടിയ കുട്ടിയെപ്പോലെയായിരുന്നു അവൻ. അഭിമാനത്തോടെ അവൻ ആമോദിച്ച് രസിച്ചു. വളരെ സൂക്ഷ്മതയോടെ അവൻ കാത്തു സൂക്ഷിച്ചു. ഇതിനിടയിൽ താൻ ഗർഭിണിയായി കഴിഞ്ഞോ എന്നൊരു സംശയം വല്ലാതെ പേടിപ്പിച്ചിരുന്നു. സ്റ്റാൻലിയോട് അക്കാര്യം പറഞ്ഞപ്പോൾ
ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണല്ലോ എന്നായിരുന്നു മറുപടി. മറ്റുള്ളവർക്ക് സംശയം തോന്നാത്തിടത്തോളം കാലം ജോലിയിൽ തുടരുവാനും നിർദ്ദേശിച്ചു. അതോടെ മനസ്സിന്റെ പേടി നീങ്ങി. തൻ്റെ പുരുഷനുണ്ട് കൂടെ. ധീരനാണവൻ. പ്രതിസന്ധികൾക്കെതിരെ പൊരുതുന്നവനാണ്. അവൻ്റെ തണലിൽ നിൽക്കുമ്പോൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. കഷ്ടിച്ച് 5 മാസം. സിസ്റ്റർ ജൂലിയാന ടീച്ചറാണ് ആദ്യം ഒരു സംശയം പറഞ്ഞത്. ജയന്തി കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? വയറിന് വല്ലാത്ത വലിപ്പം തോന്നുന്നു. ഞെട്ടിപ്പോയി. ഒരു ചെക്കപ്പ് ചെയ്യുന്നതാണ് നല്ലത്. എന്തെങ്കിലും ഇൻറ്റീരിയർ ഗ്രോത്ത് ഉണ്ടായാലും ഇങ്ങനെയൊക്കെ തോന്നും കേട്ടോ. അവിവാഹിതയായ പെൺകുട്ടി ഗർഭിണിയാണോ എന്ന് സംശയിക്കുന്നത് തെറ്റാണല്ലോ എന്ന് വിചാരിച്ചിട്ടാവാം സിസ്റ്റർ അങ്ങനെ ഒരു സൂചന നൽകിയത്. സ്റ്റാൻലിയോട് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ റിസൈൻ ചെയ്തു കൊള്ളാൻ നിർദ്ദേശം വന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. വിവാഹാലോചനയുണ്ടെന്നും അതിനാൽ നാട്ടിലേക്ക് മടങ്ങുകയാണെന്നും സ്കൂൾ അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ച് രാജിവെച്ചു. എല്ലാ പ്ലാനിങ്ങും സ്റ്റാൻലിയുടേതായിരുന്നു. ആഗ്രയിലെ തന്നെ ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് താൽക്കാലിക വിവാഹ കരാർ എഴുതി ഒപ്പിട്ടു. ഒന്നിച്ച് താമസിക്കേണ്ടി വരുമ്പോൾ മറ്റ് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു ആ ഉടമ്പടി. ആഗ്രയിൽ നിന്നും കുറെ അകന്ന് സഞ്ജയ് പ്ലേസിൽ സ്റ്റാൻലി ഒരു വാടക വീട് എടുത്തിട്ടിരുന്നു. ഒരു വീടിന്റെ ഔട്ട് ഹൗസായി ഉപയോഗിച്ചിരുന്ന സ്ഥലം. ചെറിയ വീടാണെങ്കിലും വേണ്ടത്ര സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ സ്റ്റാൻലിക്ക് കൂടെ വന്ന് തുടർച്ചയായി താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൂട്ടിന് ഒരായയെ ഏർപ്പാടാക്കി. അതേ വീട്ടുവളപ്പിൽ തന്നെയാണ് ഹൗസ് ഓണറും കുടുംബവും താമസിക്കുന്നത് എന്നുള്ള ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. സ്റ്റാൻലി ക്വാർട്ടേഴ്സിലാണ് താമസം. നിയമാനുസൃതമായി വിവാഹം നടത്തിയാൽ മാത്രമേ സ്റ്റാൻലിക്ക് ക്വാർട്ടേഴ്സിൽ തന്നെ കൂടി താമസിപ്പിക്കുവാൻ പറ്റൂ. ആ ദിവസങ്ങളിൽ സ്റ്റാൻലിയുടെ ദേഹഗന്ധമുള്ള ഷർട്ട് അണിഞ്ഞുകൊണ്ടാണ് താൻ കിടക്കുക. അതൊരാശ്വാസമാണ്, രക്ഷാകവചമാണ്, സ്നേഹസാമീപ്യമാണ്. ആ ഷർട്ട് അണിയുമ്പോൾ സ്റ്റാൻലിയുമായി ബന്ധപ്പെട്ട എല്ലാ സ്മരണകളും ഉണരും. സിഗരറ്റിൻ്റെ മണം, വിയർപ്പിൻ്റെ ഉപ്പ്, സ്പർശനത്തിൻ്റെ ചൂട്, എല്ലാം എല്ലാം. പകൽവേളകളിൽ സ്റ്റാൻലി വരും. അതിന് ലീവ് എടുക്കണ്ട. ചില ദിവസങ്ങളിൽ സന്ധ്യ വരെ തന്നോടൊപ്പം ഇരിക്കും. തന്നെ പുനലൂരിലുള്ള വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇടവക പള്ളിയിൽ വെച്ച് താലി കെട്ടി വിവാഹബന്ധം സാധുവാക്കണമെന്നൊരാഗ്രഹം സ്റ്റാൻലിക്ക് ഉണ്ടായത് ആ കാലത്തായിരുന്നു. ഒരു കുഞ്ഞു ജനിക്കാൻ പോവുകയാണ്. ജനിക്കുന്ന കുഞ്ഞിന് സമൂഹത്തിൻ്റെ അംഗീകാരം വേണം. ആ കുഞ്ഞിൻ്റെ പേരിന് മുൻപിൽ മതത്തിൻ്റെതായ കോളം പൂരിപ്പിക്കപ്പെടാതെ അവശേഷിക്കരുത്. കുറെ അധികം സമ്മർദ്ദം ചെലുത്തിയിട്ടാണെങ്കിലും വീട്ടുകാരെ കൊണ്ട് ഇങ്ങനൊരു വിവാഹം അംഗീകരിപ്പിക്കുവാൻ സാധിക്കും എന്നൊരു വിശ്വാസം സ്റ്റാൻലിക്കുണ്ടായിരുന്നു. തൻ്റെ ഉദരം കാണെ വലിപ്പം വെച്ച് വരികയാണ്. ആയ ഒരു മറാഠി പെണ്ണായിരുന്നു. പേര് സൊനാലി. അവൾ പറയുമായിരുന്നു മേം സാബിൻ്റെ വയറ്റിൽ ഒരു പെൺകുഞ്ഞാണെന്ന്. അതുകൊണ്ടാണ് വയറ്റിന് ഇത്ര വലിപ്പക്കൂടുതലെന്ന്. അവൾ ലക്ഷണവും പറഞ്ഞു. അതേപ്പറ്റി സ്റ്റാൻലിയോട് പറഞ്ഞപ്പോൾ അവളുടെ പ്രവചനം ശരിയായി വരട്ടെ എന്നായിരുന്നു സ്റ്റാൻലിയുടെ പ്രതികരണം. തനിക്കൊരു ആൺകുഞ്ഞു തന്നെ വേണമെന്നായിരുന്നു ആഗ്രഹം. സ്റ്റാൻലിയെ പോലെ ഗൗരവ പ്രകൃതക്കാരനും സ്നേഹാധനനും ധീരനും കരുത്തനുമായിരിക്കണം അവൻ. പക്ഷേ സ്റ്റാൻലിക്ക് പെൺകുട്ടിയോടാണ് താല്പര്യമെന്നറിഞ്ഞപ്പോൾ ആ ഇഷ്ടം നിറവേറ്റിക്കൊടുക്കണമെന്നായിരുന്നു പിന്നത്തെ പ്രാർത്ഥന. വലിപ്പം വെച്ചു വരുന്ന വയറിനുള്ളിൽ ചെറു ചലനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ആയ പറയും, മേംസാബ് സമാധാനമായിരിക്കണം, എപ്പോഴും സന്തോഷിക്കുകയും വേണം, ഒട്ടും വിഷമിക്കുകയോ ആരോടും ദേഷ്യം വിചാരിച്ചിരിക്കുകയോ ചെയ്യരുത്, സ്വന്തം പുരുഷനെ സ്നേഹത്തോടെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. അമ്മയുടെ വിചാരങ്ങൾ വയറ്റിലുള്ള കുട്ടിയെ സ്വാധീനിക്കും. സ്നേഹവും ക്ഷമയും സത്യസന്ധതയുമുള്ളൊരു കുട്ടി പിറക്കണമെങ്കിൽ ഗർഭകാലം മുഴുവനും അമ്മ അതേ ഗുണങ്ങളോടുകൂടെ ഇരിക്കണം. തൻ്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണമേ എന്ന് തീവ്രമായി അഭിലഷിച്ചു. എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരുന്നു. ആരോടും ദേഷ്യമോ പരിഭവമോ തോന്നാതിരിക്കുവാൻ ശ്രദ്ധിച്ചു. സ്റ്റാൻലിയുടെ രൂപം സ്നേഹത്തിൻ്റെ പ്രതീകമായി ധ്യാനത്തിൽ സൂക്ഷിച്ചു. ആയയുടെ പ്രവചനം ശരിയാവുകയും സ്റ്റാൻലി കൊതിച്ചതുപോലെ ഒരു പെൺകുഞ്ഞു പിറക്കുകയും ചെയ്താൽ അവൾ സൽഗുണങ്ങളുടെ കേദാരമായിരിക്കണം. അവൾ ക്ഷമയുള്ളവളും ശാന്തശീലയും സ്നേഹം നിറഞ്ഞവളുമായിരിക്കണം. അങ്ങനെ ഒരു മകളെ കിട്ടിയതിൽ സ്റ്റാൻലി എന്നും അഭിമാനിക്കണം. ആ മുഖത്തു വിടരുന്ന സന്തോഷം മാത്രം കണ്ടാൽ മതി തനിക്ക്. അതൊരു തപസ്സായിരുന്നു. തനിയായിരിക്കുമ്പോൾ തൻ്റെ ഉദരത്തിൽ കിടന്ന് ചലനം കൊള്ളുന്ന കുഞ്ഞിനോട് താൻ പതിയെ സംസാരിക്കുന്നത് വൈജയന്തി ഇപ്പോൾ ഓർത്തു. അവൾക്ക് വേണ്ടി ചില താരാട്ടുപാട്ടുകൾ മൂളുമായിരുന്നു. വയറിനുമീതെ മൃദുവായി തടവിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ഉള്ളിൽ കിടന്ന് കൈകാലുകൾ അനക്കും. വയറിൻ്റെ ചില ഭാഗങ്ങളിൽ ആ ചലനം കാണാം. സ്റ്റാൻലി വരുമ്പോഴെല്ലാം താൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. സ്റ്റാൻലി തൻ്റെ വയറിന് മുകളിൽ വിരൽ ഞൊടിച്ചു വിളിക്കും. സ്റ്റാൻലിയുടെ ശബ്ദം കേട്ടാൽ ഉടൻ അകത്തുനിന്ന് പ്രതികരണമുണ്ടാകുമായിരുന്നു. വയറിനുള്ളിൽ കിടന്ന മകളും പുറമേ നിന്ന് അച്ഛനും തമ്മിൽ കൈമാറുന്ന സിഗ്നലുകളും കളികളും അത്ഭുതത്തോടെയാണ് നോക്കിയിരുന്നിട്ടുള്ളത്. ആനുവൽ ലീവ് കിട്ടിയ ഉടൻ സ്റ്റാൻലി നാട്ടിലേക്ക് പോകുവാനൊരുങ്ങി. വിവാഹകാര്യം വീട്ടിൽ സംസാരിക്കുക എന്നത് യാത്രയുടെ മുഖ്യ അജണ്ടയായിരുന്നു. ആർഭാടവും ആഡംബരവും ഒന്നും വേണ്ട. പള്ളിയിൽ വെച്ച് താലി കെട്ടുന്ന ചടങ്ങ് നടക്കണം. ഇടവക വികാരി അത് ആശീർവദിക്കണം. പള്ളിയിലെ വിവാഹ രജിസ്റ്ററിൽ സ്റ്റാൻലിയും വൈജയന്തിയും തമ്മിലുള്ള വിവാഹം രേഖപ്പെടുത്തണം. അത്രമാത്രം മതി. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയിട്ടേ സ്റ്റാൻലി മടങ്ങി വരൂ. വിഷമിക്കരുത്, കൂടി വന്നാൽ 10 ദിവസം, അതിനകം തിരിച്ചെത്തും. തനിക്ക് ഒരു പോരായ്മയും തോന്നാതിരിക്കുവാൻ വേണ്ടതെല്ലാം ചെയ്തിട്ടാണ് സ്റ്റാൻലി കേരളത്തിലേക്ക് വണ്ടി കയറിയത്.
ആയയെ എല്ലാം ഭരമേൽപ്പിച്ചിരുന്നു. വീട്ടുടമയുടെ ഭാര്യയുമായി ഊഷ്മളമായ സ്നേഹബന്ധമാണ് ഉണ്ടായിരുന്നത്. തൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് സ്റ്റാൻലി അവരെ ശട്ടം കെട്ടിയിരുന്നു. സ്റ്റാൻലി വിളിച്ചാൽ കേൾക്കാത്ത അകലത്തിലേക്ക് പോയല്ലോ എന്ന് ഓർക്കുമ്പോഴെല്ലാം അതിഭയങ്കരമായൊരു വിഷാദം മനസ്സിൽ അലയടിച്ചെത്തുമായിരുന്നു. പെട്ടെന്ന് തന്നെ മനസ്സിനെ ആശ്വസിപ്പിക്കും. കൂടിയാൽ 10 ദിവസം, അതിനുള്ളിൽ തിരിച്ചെത്തും. താൻ സങ്കടപ്പെടാനോ ആശങ്കപ്പെടാനോ പാടില്ല. അത് തൻ്റെ കുഞ്ഞിൻ്റെ സ്വഭാവത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം. 8 മാസം തികഞ്ഞിരിക്കുന്നു. പ്രകൃതി അവൾക്ക് ഭൂമിയിൽ ഒരു ജന്മം പതിച്ചു കൊടുക്കുവാനുള്ള അവസാന മിനുക്കുപണികൾ നടത്തുകയാണ്. പുനലൂരിൽ ചെന്ന ശേഷം സ്റ്റാൻലി ഒരു തവണ വിളിച്ചു. ഹൗസ് ഓണറുടെ ഫോണിലാണ് കോൾ വന്നത്. STD ഇല്ല, മൊബൈൽ ഫോണില്ല. ട്രങ്ക് കോൾ ബുക്ക് ചെയ്ത് വിളിക്കുകയാണ്. പിന്നീട് വിളിയൊന്നും എത്തിയില്ല. ഒരു ദിവസം ആരോ വാതിൽ മുട്ടുന്നത് കേട്ടു. സ്റ്റാൻലിയാണെന്ന് കരുതി താൻ ചെന്ന് വാതിൽ തുറന്നു. കൺമുമ്പിൽ കണ്ട കാഴ്ചയിൽ താൻ നടുങ്ങി തരിച്ചു നിന്നു. ഗംഗേട്ടനും ശിവേട്ടനും നേരെ മുൻപിൽ. വീണ്ടും വാതിലിൽ തട്ടുന്ന ശബ്ദം. വൈജയന്തി ഒരിക്കൽ കൂടി ഒന്ന് ഞെട്ടി. ഉവ്, വാതിൽ ആരോ ഇടിക്കുന്നുണ്ട്. വൈജയന്തി വർത്തമാനകാലത്തിലേക്ക് മടങ്ങിയെത്തി. അമ്മേ, അമ്മേ! ബബിതയുടെ ഒച്ചയാണ് കേൾക്കുന്നത്. വൈജയന്തി സമചിത്തത വീണ്ടെടുക്കുവാൻ ശ്രമിച്ചുകൊണ്ട് വാതിലിനടുത്തേക്ക് ചെന്നു. വാതിൽ തുറന്നപ്പോൾ ആശങ്കയോടെ ബബിത. അമ്മ എന്തിനാ വാതിലടച്ച് ബോൾട്ട് ഇട്ടത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് നീ ആരാടി ചോദിക്കാൻ? ആ, ഇതാണ് തർക്കുത്തരം. ഇത് കേട്ടല്ലേ ഞാൻ പഠിക്കുന്നത്. നിനക്കിപ്പോൾ എന്നാ വേണമെന്നാ? നേരെ വിരട്ടി. ഇതെന്താ ഭാർഗവി നിലയമോ? എങ്ങും ലൈറ്റുമില്ല, വെളിച്ചവുമില്ല. വിളക്കും വെച്ചിട്ടില്ല, വൈകുന്നേരത്തെ ചായയും കിട്ടിയിട്ടില്ല. അപ്പോഴാണ് വൈജയന്തിക്ക് ശരിക്കും സ്ഥലകാല ബോധം വന്നത്. താൻ എവിടെയായിരുന്നു ഇതുവരെ? രാത്രിയായി. ബാലചന്ദ്രമേനോന്റെ മുറിയിലെ ലൈറ്റ് അണയുന്നതുവരെ വൈജയന്തി കാത്തിരുന്നു. ബബിതയും കൃഷ്ണജയും കിടന്നു കഴിഞ്ഞു. രോഹിത്തിന്റെ മുറിയിൽ വെളിച്ചമുണ്ടോ എന്നറിയണമെങ്കിൽ മുകളിൽ ചെന്ന് നോക്കിയേ നിവർത്തിയുള്ളൂ. രോഹിത് പറഞ്ഞ 2 വാചകങ്ങൾ ഇപ്പോഴും മനസ്സിൽ കൂരമ്പ് കണക്കെ തറഞ്ഞു കിടപ്പുണ്ട്. അതെ, കല്യാണത്തിന് മുമ്പ് അച്ഛന് രഹസ്യബന്ധമുണ്ടായിരുന്നോ, അമ്മ പ്രസവിച്ചിട്ടുണ്ടോ, അതൊന്നും എനിക്ക് നിശ്ചയം പോരാ എന്ന്. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്? അമ്മ കളങ്കമില്ലാത്തവളാണോ എന്ന് തൻ്റെ മുഖത്ത് നോക്കി അവൻ ചോദിച്ചതിൻ്റെ പിൻപിലെ പ്രകോപനം എന്താണ്? വെറുതെ ഒന്നും ഇത്ര കടന്ന് സംസാരിക്കുവാൻ അവന് ധൈര്യം കിട്ടില്ല. തൻ്റെ ഭൂതകാലത്തെപ്പറ്റി എന്തെങ്കിലും സൂചന അവന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടോ? ബാലേട്ടൻ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? വൈജയന്തി ശബ്ദമുണ്ടാക്കാതെ കോണിപ്പടി കയറി മുകളിലെത്തി. രോഹിത്തിന്റെ വാതിലിൽ പതിയെ തട്ടി വിളിച്ചു. രോഹിത് കിടന്നുവെങ്കിലും ഉറങ്ങിയിരുന്നില്ല. അവൻ ലൈറ്റിട്ട ശേഷം വാതിൽ തുറന്നു. വൈജയന്തി അകത്തേക്ക് കടന്നു. ഉടൻ തന്നെ വാതിൽ ചേർത്തടയ്ക്കുകയും ചെയ്തു. മഴ തോരും മുൻപേ എന്ന ഈ പരമ്പരയുടെ ഓരോ എപ്പിസോഡുകളും ത്രില്ലടിപ്പിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുവാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ ബൈ.